റെസ്പെക്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഈ എഴുന്നേൽക്കൽ വേണ്ടാന്ന് ഒരു തവണ പറഞ്ഞിട്ടുള്ളതാ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്യമായി അപമാനിച്ചിട്ട് രഹസ്യമായി സോറി പറയുന്ന പോലെ അത്. ആ സോറി പറച്ചില്ല ഏറ്റവും വലിയ അപമാനം. ഞാൻ അപമാനിച്ചു എന്നാ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏതർത്ഥത്തിലാ ഒന്ന് പറഞ്ഞുതരൂ. എല്ലാ അർത്ഥത്തിലും. മനസ്സിലാവില്ല എന്ന് വെറുതെ നടിക്കരുത് നന്ദന. എന്റെ മുമ്പിൽ നിന്ന് താൻ ആ ഡോക്യുമെന്റ്സ് വലിച്ചെടുത്തതിൽ തീർച്ചയായും ഒരു ധാർഷ്ട്യമുണ്ട്. അമ്മയുടെ പിൻബലമുണ്ടെന്നുള്ളതാണ് അതിന് കാരണം. അമ്മയെ വിഡ്ഢിയാക്കുകയാണ് നന്ദന. യെസ്, വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ് താൻ. എനിക്ക് മനസ്സിലായില്ല. അമ്മയുടെ വിചാരം നന്ദന ശരിക്കും എന്റെ ഭാര്യയാണെന്നാ. അപ്പ അല്ലെന്നാണോ? സാങ്കേതികമായ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ഭാര്യയും ഭർത്താവുമായിരിക്കുന്നെന്ന് താൻ തന്നെയാ പറഞ്ഞത്. താലി കെട്ടിയ പുരുഷനും താലി അണിഞ്ഞ സ്ത്രീയും, അത്രമാത്രം. ഏതോ സത്രത്തിൽ യാദൃശ്യമായി ഒത്തുകൂടിയ രണ്ട് അപരിചിതരെ പോലെ നമ്മളീ മുറിയിൽ താമസിക്കുന്നു. അതിനപ്പുറമുള്ള താല്പര്യം എനിക്കുമില്ല, തനിക്കുമില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അഡ്ജസ്റ്റ്മെന്റ്. പക്ഷേ അമ്മ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ തമ്മിൽ ഒരു ധാരണ കൂടി ഉണ്ടായിരുന്നു, അലിഖിതമായ ഒരു ഉടമ്പടി. അഡ്ജസ്റ്റ്മെന്റ്സ് മുറുക്കി പുറത്തേക്ക് എത്തരുതെന്ന്. എന്നിട്ടും അമ്മയ്ക്ക് സംശയങ്ങളുണ്ട്, കാർത്തികേച്ചിക്ക് സംശയമുണ്ട്. അല്ല, കണ്ണും കാതുള്ള ആർക്കും സംശയം തോന്നും. എന്നിട്ടാണോ കുന്നത്തൂര് ബിസിനസ്സുകളിൽ നന്ദന ഇടപെടണമെന്ന് അമ്മ ശാഠ്യം പിടിക്കുന്നത്? ഇപ്പൊ ഒരു പടി കൂടി കടന്നിരിക്കുന്നു. നന്ദനയുടെ സമ്മതമില്ലാതെ ഞാൻ ഒന്നിലും ഇടപെടരുതെന്ന്. ദിസ് ഈസ് ടു മച്ച്. അമ്മയെ മുൻനിർത്തി ഒരു റിവെഞ്ചിന്റെ ശൈലി സ്വീകരിക്കുകയാണോ താനെന്ന് എനിക്ക് സംശയമുണ്ട്. തുടക്കം മുതല് ഞാൻ ഇൻഡിഫറന്റ് ആയി നിൽക്കുന്നതിനുള്ള പ്രതികാരം. വെറും സംശയം മാത്രമാണത്. ഇൻഡിഫറന്റ് ആയി നിൽക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു നല്ല കാര്യം. അങ്ങനെ അല്ലാതെ ഒരാൾക്ക് പെരുമാറാൻ കഴിയും, അകലമിട്ടോണ്ട് തന്നെ. ഇങ്ങനെ എപ്പോഴും അഭിനയിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. എപ്പോഴും ആക്ട് ചെയ്യണ്ട, മേക്കപ്പ് ഇടുമ്പോൾ മാത്രം മതി അഭിനയം. ബാക്കിയുള്ള സമയങ്ങൾ കൂടി കഥാപാത്രമാവാൻ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പം. കാണികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അഭിനയിക്കുന്നവർക്കും പ്രശ്നമാണ്. തുടക്കത്തിലെ ഞാൻ വിലക്കിയതാ, ബിസിനസ്സുകളിൽ താൻ ഇൻവോൾവ് ചെയ്യണ്ടെന്ന്. കേട്ടില്ലേ? കട കാണാൻ പോയിട്ട് ഷോപ്പിന്റെ മുതലാളിയാവുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. അതോ അങ്ങനെ രഹസ്യ അജണ്ട തന്റെ മനസ്സിലുണ്ടായിരുന്നോ? ഇങ്ങനെ തരം താഴ്ത്തി കാണരുതെന്നെ. ഇവിടുത്തെ ബിസിനസ്സിൽ മാത്രമല്ല, കുടുംബ വിഷയങ്ങളിലും എനിക്ക് താല്പര്യമില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളായി ഇതുവരെ എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, ഒരാൾ മറ്റുള്ളവരെ പറ്റിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമം. അനിയന്റെ കാര്യമാണ്. യതിയേട്ടൻ എന്തൊക്കെയോ തിരിമറികൾ നടത്തുന്നുണ്ട്. നാളെ അത് വലിയൊരു കുഴപ്പമായി തീരും. അതിന് നന്ദൻ എന്തിനു ബോധറിയണം? വൈ ഷുഡ് യു? എന്റെ ഭാര്യയുടെ റോളിൽ നിൽക്കുക, അത് മാത്രമാണ് തന്റെ ജോലി. കിട്ടിയ കഥാപാത്രം മാത്രം അവതരിപ്പിച്ചാൽ മതി, കൂടുതൽ പകർന്നാട്ടങ്ങൾ നടത്തണ്ട. ഒരാളുടെ ഭാര്യ ആ വീട്ടിലെ മരുമകൾ കൂടിയാ. അപ്പൊ ആ ഭാഗം എന്ത് ചെയ്യണം? അഭിനയിക്കാതെ വിടണോ? മരുമകളായിട്ടും ആക്ട് ചെയ്താൽ മാത്രം മതി, അതിനപ്പുറമൊന്നും വേണ്ട. അഭിനയത്തിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് നടൻ കഥാപാത്രമായി മാറുക, മറ്റൊന്ന് താൻ നടനാണെന്ന് അറിഞ്ഞുകൊണ്ട് കഥാപാത്രത്തെ റീപ്രസെന്റ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ എനിക്ക്. താൻ എന്താണെന്ന് തിരിച്ചറിവോടെ കിട്ടിയ റോൾ ഭംഗിയാക്കുക, അതാണ് നല്ലത്. അത് മതി.
ഹലോ, നീ എന്തെടുക്കുക? അതറിയാൻ വേണ്ടി വിളിച്ചാണോ? ആദ്യം നിന്റെ ഈ മുൻകോപം ഒന്ന് നിയന്ത്രിക്കാൻ ഉദയ. എന്താ അമ്മേ, ഒരു വീട്ടിൽ തന്നെ രണ്ടിടത്തായിരുന്നു ഫോൺ ചെയ്യേണ്ട ആവശ്യം എന്താ? കാര്യമുണ്ട്. നീ ഒന്ന് താഴോട്ട് വന്നേ. എനിക്ക് പടി കയറി നിന്റെ മുറിയിലേക്ക് വരാൻ വയ്യാഞ്ഞിട്ടാ. രാവിലെ ഒരു തവണ സ്റ്റെപ്പ് കയറിയതേ ഉള്ളൂ. കാൽമുട്ടിന് ഭയങ്കര വേദന തുടങ്ങി. നീ അതും ഇതൊന്നും പറയണ്ട, ഒന്ന് ഇറങ്ങി വന്നേ. ഇതൊന്ന് നോക്ക്. കീറിക്കളഞ്ഞത് എടുത്തു വെച്ച് ഒത്തുവായിക്കാനാണോ എന്നെ വിളിച്ചത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ. ചേർത്ത് വെച്ച് നോക്കിയപ്പോ എന്റെ മനസ്സിൽ എന്തോ ചില സംശയങ്ങള്. ഒന്നും വ്യക്തമാകുന്നില്ലെങ്കിലും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നൊരു തോന്നൽ. ഇത്തരം തോന്നലുകളും സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരാൻ വിശ്വസ്തയായ ഒരാളുണ്ടല്ലോ ഇവിടെ. പിന്നെന്തിനാ എന്നെ വിളിച്ചത്? നീ പറഞ്ഞത് ശരിയാ, നന്ദനി ഉണ്ട് ഇവിടെ. പക്ഷേ ഉദയന്റെ പേരും വിവരങ്ങളും വരുന്ന രേഖകളാ. അതിന്റെ യഥാർത്ഥ വിവരം നോക്കി മനസ്സിലാക്കേണ്ടത് നീ തന്നെയാ. ടാക്സിന്റെ മറ്റു റെക്കോർഡ്സ് ആണ്. എന്തായാലും പിന്നെ അങ്ങനെ നോക്കാം. പോരാ, ഇപ്പൊ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. മനസ്സിലൊരു കരട് കേറിയ അതെടുത്തു കളയാതെ ശരിയാവില്ല. നോക്ക്, അതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഇത് നോക്കിയേ. എന്താ ഉദയ ഇതൊക്കെ? എന്റെ ഗുരുവായൂരപ്പ, എന്താ യതീന്ദ്ര ഇത്? എന്താമ്മേ? എന്തിനു വേണ്ടിയുള്ള രേഖകളാണ് ഇതെല്ലാം എന്ന്? കീറിക്കളഞ്ഞിട്ട് അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? കാര്യം ഉണ്ടായിട്ടാണെന്ന് വെച്ചോ. ഉദയേട്ടനോട് ഞാൻ പറഞ്ഞാണല്ലോ വായിച്ചു നോക്കാൻ. ഉദയം വായിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്? സെയിൽ ടാക്സുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും സർക്കാരിൽ സബ്മിറ്റ് ചെയ്യാനുള്ള എന്തൊക്കെയോ അക്കൗണ്ട്സുമാണെന്നാണ് യതീന്ദ്ര എന്നോട് പറഞ്ഞത്. പിന്നെ ബാങ്ക് ലോണിലുള്ള ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും. അതെ, അതാണല്ലോ ഇത്. പിന്നെന്താ പ്രശ്നം? കണ്ണടച്ച് ഇരുട്ടാക്കല്ലേ യതി. ഇവരെ കൊണ്ട് ഞാൻ ഇതെല്ലാം വായിപ്പിച്ചു. ബിസിനസിന്റെ സൽപ്പേര് കണ്ടിട്ട് സിറ്റി ബാങ്ക് നമുക്ക് 50 ലക്ഷം രൂപ വായ്പ തരാമെന്ന് സമ്മതിച്ചു അല്ലേ? അതെ, കുറെ ബുദ്ധിമുട്ടി അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. കൊച്ചിയിലെ ഓഫീസ് വരെ പോയി എത്ര പാടുപെട്ട. നിർത്ത്. എല്ലാം വായിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടും മുഖത്ത് നോക്കി നുണ പറയുന്നു. അല്ലമ്മേ, ഞാൻ ഉദയന്റെ പേരിലുള്ള വസ്തു ബാങ്കിൽ ഈട് കൊടുത്ത് 50 ലക്ഷം രൂപ കടമെടുക്കുന്നു. അതല്ലേ സത്യം? ഒരു ഉറപ്പിന് വേണ്ടി ഒരു പേപ്പർ കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ആ കാര്യം നീ ഞങ്ങളോട് പറയാതിരുന്ന എന്താ? അതിപ്പോ ബാങ്ക് വായ്പയ്ക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഈട് കൊടുക്കണമെന്ന് ആർക്കറിയാത്തത്? ഉദയ, ഇതിനിടയ്ക്ക് എങ്ങാനും ഇവൻ നിന്നെ കൊണ്ട് വല്ല കടലാസിലും ഒപ്പിടിച്ചായിരുന്നോ? ഞാനൊന്നും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല. നിന്നോടല്ല ഞാൻ സംസാരിച്ചത്, ഞാൻ ഉദയന്റെ അടുത്താ സംസാരിക്കുന്നത്. ഞാൻ ഓർക്കുന്നില്ല. നല്ല ആളോടാ ഞാൻ ചോദിച്ചത്. നിന്റെ ഈ മറുപടി കേൾക്കുമ്പോ എനിക്ക് കലിയ വരുന്നത്. ഉദയന്റെ പേരിലുള്ള ആസ്തികൾ കാണിച്ച് നേരത്തെ തന്നെ ബാങ്കിൽ നിന്ന് വൻ തുക കടമെടുത്തിട്ടുണ്ട്. അതിനും പുറമെ ഇപ്പൊ 50 ലക്ഷം കൂടി വായ്പ എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? കട വിപുലപ്പെടുത്താനാണമ്മേ. അപ്പോ ഇതുവരെയുള്ള കച്ചവടത്തിന്റെ ലാഭോ? അത് വെച്ചല്ലേ പുതിയ സംരംഭം തുടങ്ങേണ്ടത്.
ഇതുവരെ ടെക്സ്റ്റൈൽസിൽ നിന്ന് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ഈ വീടിന് വേണ്ടി തന്നെ ചിലവാക്കുന്നുമുണ്ട്. 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്നില്ലേ? പിന്നെ കാറുകൾ, യാത്രകൾ, ഓരോന്നും ചെലവ് തന്നെയാണ്. ഞാനിനി ഇവിടുന്ന് കാർ എടുക്കുന്നില്ല. അതാണോ കാര്യം? അപ്പൊ ആഹാരോ? ഇവിടുന്ന് ഭക്ഷണവും വേണ്ടെന്ന് പറയൂ നീ. വേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്യാം. നിന്നെ ഞാൻ ഇവന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്തിനാ ഉദയ? ഈ രേഖകൾ കണ്ടതിനെ പറ്റി വേണ്ടതുപോലെ ഇവന്റെ അടുത്ത് ചോദിക്കാനായിട്ടല്ലേ? അമ്മ എന്നെ വിസ്തരിക്കാൻ വക്കീലിനെ കൊണ്ട് വന്നാണോ? കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വക്കീലിന്റെ വിസ്താരത്തെ നേരിടേണ്ടി വരും. നിന്നിൽ നിന്നും എനിക്ക് ഒരു കാര്യമാണ് പ്രധാനമായിട്ട് അറിയാനുള്ളത്. സത്യസന്ധമായിട്ടാണോ നീ ഇവിടുത്തെ ബിസിനസ്സുകൾ മാനേജ് ചെയ്യുന്നത്? അതെ. യാതൊരു തരത്തിലുള്ള കൃത്രിമങ്ങളും കാണിക്കുന്നില്ല? ഇല്ല ഏട്ടാ. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. തുണിക്കട കൊണ്ട് വലിയ നേട്ടമില്ലെന്ന് പറയുന്നു. പിന്നെന്തൊരു വലിയ തുക കടമെടുത്ത് അത് മോടി പിടിപ്പിക്കണം? മുഖച്ഛായ മാറുമ്പോൾ കച്ചവടം മെച്ചപ്പെടും. അതാണ് ബിസിനസിന്റെ ഒരു സൈക്കോളജി. 50 ലക്ഷം രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ നീ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ എത്തുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? പിന്നെ നമ്മുടെ ടെക്സ്റ്റൈൽസ് അതോടെ ഈ ജില്ലയിലെ നമ്പർ 1 ആവും. ആർ യു കോൺഫിഡന്റ്? ഷുവറാണ് ഏട്ടാ. 50 lakhs തികയോ? തീർച്ചയായിട്ടും. എന്നിട്ട് 50 ലക്ഷത്തിന്റെ മാത്രം ബിസിനസ് ലോണിനല്ലല്ലോ നീ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ പേരിലുള്ള നമ്മുടെ വീട് പണയപ്പെടുത്താനുള്ള ശ്രമം എന്തിനാ? അതിനുള്ള രേഖകളും യതീന്ദ്ര തയ്യാറാക്കിയിട്ടുണ്ട്. അതും 50 ലക്ഷത്തിന്റെ വായ്പയ്ക്ക് വേണ്ടിയാ. ചുരുക്കത്തിൽ 1 കോടി രൂപയുടെ ലോൺ. ഉത്തരം കിട്ടാൻ വേണ്ടിട്ടാ ചോദിച്ചത്. ചിരിക്കാതെ കാര്യം അങ്ങ് പറയതി. ഇതാണോ പ്രശ്നം? ഈ ബാങ്കുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. പെട്ടെന്ന് നിറം മാറുന്നത്. ഇതിലെ ഒരു ആപ്ലിക്കേഷൻ വിത്ത് ഡോക്യുമെന്റ്സ് ഞാൻ ബാങ്കിൽ കൊടുക്കും. എന്തെങ്കിലും കാരണവശാൽ അത് തള്ളിപ്പോയാൽ അടുത്തത് ഞാൻ സബ്മിറ്റ് ചെയ്യും. അതും അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായിരുന്നു എൻ്റെ പ്ലാൻ. ചുരുക്കി പറഞ്ഞ 50 ലക്ഷം എടുക്കാൻ ഒരു ആപ്ലിക്കേഷനെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അല്ലാതെ രണ്ടും കൂടി കൊടുത്ത് 1 കോടി രൂപ കടം വാങ്ങാൻ പരിപാടി ഇല്ലായിരുന്നു എനിക്ക്. സത്യം. കള്ളസത്യം ഒന്നും ചെയ്യണ്ട. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. അമ്മേ, സത്യമായിരുന്നെങ്കിൽ നേരത്തെ ഈ കാര്യം യതീന്ദ്രൻ ഞങ്ങളോട് തുറന്നു പറയുമായിരുന്നു. ഞാനും ഉദയനും ഒന്നിച്ചിരിക്കുമ്പോ ഈ മുദ്രപത്രം ഒപ്പിടിക്കുമായിരുന്നു. അമ്മേ, സത്യമായിട്ട് ഞാൻ കേക്കണ്ട എനിക്ക്. ചതിയായിരുന്നു നിന്റെ മനസ്സിൽ. എന്നാലും ഒരേ സമയം എന്നെ നിന്റെ ഏട്ടനെയും പറഞ്ഞു പറ്റിച്ച് 1 കോടി രൂപ വായ്പ വാങ്ങുക. കൈ നിവർത്തി ഒരെണ്ണം തരിക വേണ്ടത്. ഉദയേട്ടന് മനസ്സിലാവും ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഉദയേട്ടാ. എന്നെയോ അവനെയോ അല്ല, നിന്നെ തന്നെ നീ ചതിക്കാൻ നോക്കിയെന്ന് ഓർത്തോ. മൂപ്പും മുറിയും അനുസരിച്ച് നീയാണ് ഈ കുടുംബത്തിന്റെ കാരണവര്. അതിൻ്റെതായ അധികാരം കാണിക്കണം ഉദയ നീ. ഇന്നിവിടെ നടന്നത് നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു വിഷയമല്ല. ഈ കുടുംബത്തെ മൊത്തത്തിൽ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായൊരു പ്രവൃത്തി ചെയ്യാനാണ് യതീന്ദ്രൻ ആലോചിച്ചത്. ആരോടെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? ആരെങ്കിലും അറിഞ്ഞാ അതുമൂലം ഉണ്ടാവുന്ന നാണക്കേട് എത്രയാ? എന്നിട്ട് നീ കയ്യും കെട്ടിയിരിക്കുക. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ? യതീന്ദ്രൻ കാണിച്ച മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലായെന്ന് അവനെ ബോധ്യപ്പെടുത്തി. അതിനപ്പുറം യതി ശിക്ഷിക്കാൻ നോക്കുവോ? മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് ഇമ്പോസിഷനെ എത്തിക്കാൻ പറ്റുമോ? പിന്നെ എന്താ വേണ്ടത്?
ആദ്യം ഉദയനൊന്ന് ഉത്തരവാദിത്വം കാണിക്കണം. അതിനുള്ളൊരു അവസരമാണിത്. ഒരാള് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞാ പിന്നെ യതീന്ദ്രന്റെ ചിന്ത ഒരനർത്ഥത്തിലേക്കും പോവില്ല. ഇന്നത്തോടെ അവനൊരു ഭയം ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ തന്നെ തുടരണമെങ്കിൽ ഉദയം വിചാരിക്കണം. നീ ഈ നാടകവും അഭിനയം എന്നൊക്കെ പറഞ്ഞ് അലയുന്നത് ഒന്ന് നിർത്ത്. അപ്പൊ അതാണ് വിഷയം. ഞാൻ നാടകം ഉപേക്ഷിക്കണം. അതിനുള്ളൊരു നിമിത്തം വീണ് കിട്ടിയിരിക്കുന്നു. നീ മാത്രമല്ല കലാകാരൻ. ലോകത്തുള്ള കലാകാരന്മാരെല്ലാം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നവരല്ല. ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ എനിക്ക് താല്പര്യമില്ല. മറ്റുള്ളവർ എങ്ങനെയാണ് കുടുംബത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഒരു നിശ്ചയമില്ല. സ്വന്തം ഭാവിയെക്കുറിച്ച് ഒരല്പം ചിന്തിച്ചുകൂടെ ഉദയന്? കലാകാരന് അതും പാടില്ലെന്നുണ്ടോ? കുടുംബം ശ്രീകോവില, അമ്മ ദേവതയാ, അച്ഛൻ ദൈവമെന്നൊക്കെയല്ലേ നിങ്ങൾ നിങ്ങളുടെ നാടകത്തിലൂടെ പറയുന്നത്. എനിക്ക് ദേവതയൊന്നും ആവണ്ട, ഈ കുടുംബം ശ്രീകോവിലും ആവണ്ട. കുറഞ്ഞ പക്ഷം ഒരു വീടായി നീ ഈ കോവിലകത്തെ കാണണം. ഒരു വീട് കഴിഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറണം. അതിനു വേണ്ടത് പണമാണ്. ഈശ്വര സഹായിച്ച് കുന്നത്തൂർ കോവിലകത്തിന് ആവശ്യത്തിനുള്ള സ്വത്തും മറ്റു മുതലുകളും ഒക്കെ ഉണ്ട്. അതിന്റെ ചുമതലയിൽ നിന്ന് നീ തുടക്കത്തിലേ ഒഴിഞ്ഞു നിന്നു. അതിൻ്റെതായ പോരായ്മകൾ ഇപ്പൊ നിനക്കും മനസ്സിലായില്ലേ? അനുഭവമാണല്ലോ ഗുരു. ഇനി നിന്റെ വസ്തുവകകളിൽ നിനക്ക് ശ്രദ്ധ വേണം. ഇളയ മോനെ തള്ളിപ്പറയല്ല ഞാൻ, പക്ഷഭേദം കാണിക്കുകയല്ല. എന്ന് കരുതി തെറ്റ് തന്നെയാ. യതീന്ദ്രൻ ഈ കാണിക്കുന്ന കള്ളത്തരം കൊണ്ട് അവന് യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാം കാർത്തികയുടെ കുടുംബത്തിലേക്കാ പോകാൻ പോകുന്നത്. യതീന്ദ്രന് വേണ്ടി അവൻ കള്ളം കാണിക്കുകയായിരുന്നെങ്കിൽ ന്യായീകരിക്കാന്നാണോ? ഒരിക്കലുമല്ല. എന്നാലും ഞാൻ ഇത് തന്നെ പറയും. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുക ഉദയനോട് നിന്റെ സ്വത്തിനെക്കുറിച്ച്. നിനക്ക് ജാഗ്രത ഉണ്ടായേ തീരൂ. ഒരു ബിസിനസ്മാനായിട്ട് ഒരിക്കലും എനിക്കെന്നെ സങ്കല്പിക്കാൻ കഴിയില്ല. അത് ശരിയാവില്ല. തീരെ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ. മറ്റൊന്നുമല്ല, തുടങ്ങി വെച്ച കാര്യം തന്നെ. ഉത്തരവാദിത്തങ്ങൾ നീ നന്ദനെ ഏൽപ്പിക്കേ. നീയായിട്ട് അതിന് വെറുതെ തടസ്സം നിൽക്കാതിരുന്നാൽ മാത്രം മതി. ഇനിയെങ്കിലും അമ്മ പറയുന്ന ഉദയനൊന്ന് കേൾക്കണം. ഇനിയെങ്കിലും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. നീ ഇപ്പൊ ഒറ്റത്തടിയല്ല, അതേ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് കുറെ പ്രോപ്പർട്ടീസിന്റെ പ്രമാണങ്ങൾ സൂക്ഷിക്കണമെന്നും വരവ് ചെലവ് കണക്കുകൾ ഓർത്തുവെക്കണമെന്നുമില്ല. ബാങ്ക് അക്കൗണ്ടിലെ പെരുക്ക സംഖ്യകളെ സ്വപ്നം കണ്ടുറങ്ങുന്ന ഒരാളാവുക. ഇപ്പൊ പറഞ്ഞത് നിന്റെ സാഹിത്യ ഭാഷ. ഉദയന് പണം വേണ്ട, സ്വത്ത് വേണ്ട, ഒരു സമ്പാദ്യവും വേണ്ട. പക്ഷേ നീ ഒരു ഭർത്താവാണ്, നാളെ ഒരു കുടുംബത്തിന്റെ നാഥനാണ്. ഉദയന്റെ മക്കളും നിന്നെ പോലെ നാടകമേ ഉലകമെന്നും പറഞ്ഞ് നടക്കണമെന്നാണോ? അവർക്ക് ജീവിക്കണ്ടേ, പഠിക്കണ്ടേ? അതിനുള്ള വക നീയായിട്ട് പുതുതായി കണ്ടെത്തണ്ടേ? ഉള്ളത് കൈവിട്ട് കളയാതിരുന്നാൽ മാത്രം മതി. അങ്ങനെയല്ലെങ്കിൽ തലമുറകളുടെ ശാപം കിട്ടും ഉദയ. അത് വേണോ അതോ ഉള്ള മുതൽ സൂക്ഷിക്കണോന്ന് നീ തന്നെ തീരുമാനിക്കേ. പിന്നെ എല്ലാം അങ്ങ് വിട്ടുകൊടുക്കാൻ പോവല്ലേ? അതിനല്ലേ നമ്മൾ ഈ പാടൊക്കെ പെട്ടത്. കാർത്തികേ, നീ ശരിക്കും കേട്ടോ അമ്മ ഏട്ടനോട് അങ്ങനെ പറയുന്നത്? ഞാൻ പിന്നെ സ്വപ്നം കണ്ടെന്നാണോ എതിയേട്ടൻ കരുതുന്നത്? ഈ കോവിലകത്ത് 4 കണ്ണും 8 ചെവിയുണ്ട് പലർക്കും. കുറെ കൂടെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ശരിക്കും മുൻകരുതൽ എടുക്കാമായിരുന്നു നമുക്ക്. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ആ പേപ്പേഴ്സ് അപ്പഴേ അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു. അമ്മ അത് തപ്പിപ്പിടിച്ചിരുന്ന് വായിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഉദയേട്ടനും മനസ്സിലായി എന്നുള്ളതാ പ്രശ്നം. ഏട്ടൻ ഒപ്പിടാൻ തുടങ്ങിയതാ, അപ്പോഴാണ് നാശം. നന്ദന എല്ലാത്തിനും കാരണവളാ. നന്ദനെ കടയിലേക്ക് എങ്ങാനും കെട്ടിയെടുക്കുന്ന സമയത്ത് ഉദയേട്ടനെ കൊണ്ട് ഒപ്പിടിച്ച മതിയായിരുന്നല്ലോ നിങ്ങക്ക്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന മതിയോ എതിയേട്ടാ? ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയട്ടെ. ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എതിയേട്ടനെ സംശയത്തോടുകൂടി മാത്രമേ അവർ കാണുള്ളൂ. കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നന്ദനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. വെറും പുക കൊണ്ടൊന്നും അവള് പുറത്തു പോവില്ല. ഇനം വേറെയാ. അല്ലെങ്കിൽ അമ്മയ്ക്കും ഉദയേട്ടനും നന്ദനെ പറ്റി ഇപ്പോഴുള്ള മതിപ്പ് മാറണം.
അവള് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് വന്ന് ചേരണം. ഇവളൊരു തലവേദനയാണല്ലോ എന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് തന്നെ തോന്നണം. അവളെ അമ്മയുടെ മാനസപുത്രിയായിട്ട് നിൽക്കുകയല്ലേ? അതിന് മാറ്റം വരണമെന്നാ ഞാൻ പറഞ്ഞത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാർത്തികേ. എങ്കിൽ കുറച്ച് വളഞ്ഞ വഴി നോക്കണം. Yeah.